എല്ലാവർക്കും വിചാരിക്കുന്നു. ഞാൻ കെന്നഡി ചാക്കോ, പത്തനംതിട്ട. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, 2 ദിവസം മുമ്പ് നമ്മുടെ പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു വലിയ അനാഥാലയം എന്ന് വേണേൽ പറയാം, അനാഥാലയത്തിലേക്ക് പോയിരുന്നു. അവിടെ ഞങ്ങൾ ചെന്ന സമയത്ത് ഓഫീസിൽ 2 പേരുണ്ടായിരുന്നു. അന്തേവാസികളായ പ്രായമുള്ളവരൊക്കെ പുറത്ത് നിൽക്കുന്നതായിട്ട് കണ്ടു. ബോർഡ് വെച്ചിരിക്കുന്നത് ഓൾഡ് ഏജ് ഹോമിന്റെ ബോർഡാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇത് ഓൾഡ് ഏജ് ഹോമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓൾഡ് ഏജ് ഹോമാണെന്നാണ് പറഞ്ഞത്. ഞാൻ ആ ഫോട്ടോ നിങ്ങളെ കാണിക്കാം. ബോർഡ് അവരുടെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്ന ഫോട്ടോയാണ്. അവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഫോട്ടോ ആണ്. അവിടെ തന്നെ ആ ബോർഡ് തന്നെയാണ് ഇപ്പോഴും ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾക്ക് ബോർഡ് വായിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് 3-ാമത്തെയോ 4-ാമത്തെ ലൈനായിട്ട് എഴുതിയിട്ടുണ്ട്, ഓൾഡ് ഏജ് ഹോം എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഓഫീസിൽ പോയി അവിടെയുള്ള മാനേജറായിരിക്കുമല്ലോ, സാധാരണ ഒരു ഓഫീസിലിരിക്കുന്ന മാനേജറായിരിക്കുമെന്ന വിശ്വാസത്തിൽ ഇദ്ദേഹത്തോട് മാനേജറാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഓഫീസിൽ കയറി അവിടെ ചെന്നത് തന്നെ ഒരു ലക്ഷ്യത്തോടെയാണ് ചെന്നത്. ഓഫീസിൽ ചെന്ന് അവിടുത്തെ ഭിത്തികളിലൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ സാധാരണ ഒരു സർക്കാർ സർട്ടിഫിക്കറ്റോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് പൊതുജനങ്ങൾക്ക് കാണത്തക്ക രീതിയിൽ അത് ഭിത്തിയിൽ പ്രദർശിപ്പിക്കേണ്ടതുണ്ട് എന്ന നിയമമുണ്ട്. അപ്പോൾ അവിടെ പ്രദർശിപ്പിക്കേണ്ട സർട്ടിഫിക്കറ്റുകളൊന്നും കാണാതെ, അതിന് ഏറ്റവും പ്രധാന